ഹലോ ഗൈസ്, നമുക്കിപ്പോൾ അതിൻ്റെ ബാക്കി ചെയ്യാം. യൂസർ ഒതൻറ്റിക്കേഷൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ട് റൂട്ട്സ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു റൂട്ട് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ API കോൾ വരുമ്പോൾ ഇപ്പോൾ യൂസർ ഒരു URL-ലോട്ട് പോകുന്ന സമയത്ത് ആ കോൾ വരുമ്പോൾ നമുക്കത് യൂസറുടെ റൂട്ടിലോട്ടാണ് കോൾ വരുന്നതെങ്കിൽ അങ്ങോട്ടും, അഡ്മിൻ്റെ പേജിലോട്ടാണ് കോൾ വരുന്നത് അങ്ങോട്ടും നമുക്ക് തിരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചറായിട്ടുള്ള വേയിൽ അതിനെ നമുക്ക് റൂട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റൂട്ട്സ് എന്നുള്ള ഫോൾഡർ കിട്ടി അതിനകത്താണ് അതിന് സ്ട്രക്ചർ ചെയ്യുന്നത്. നമുക്ക് admin JS എന്നൊരു ഫയലും അതുപോലെ തന്നെ user.js എന്നുള്ള ഫയലും ക്രിയേറ്റ് ചെയ്യാം. സോ ഇത് രണ്ടിലും യൂസറിലോട്ട് വരുന്ന കോൾസിന് നമ്മൾ യൂസറിലോട്ട്, അഡ്മിനിലോട്ട് വരുന്ന കോൾസിന് നമ്മൾ അഡ്മിനിലോട്ടാണ് തിരിച്ചുവിടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മൊഡ്യൂൾ ഫോർമാറ്റിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കോഡ്. അപ്പോൾ നമുക്ക് റീഡബിൾ ആയിരിക്കും, നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് ഇവിടെ app.use നമുക്ക് ആ മൊഡ്യൂളിനായിരിക്കണം യൂസറിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ആ മൊഡ്യൂളിനെ കോൾ ചെയ്യണം. സോ നമുക്കത് സെറ്റ് ചെയ്യാം. യൂസറിൽ നമുക്ക് എക്സ്പ്രസ് റിക്വയർ ചെയ്യാം. നമുക്ക് എക്സ്പ്രസറിൽ റൗട്ടർ എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിലോട്ടാണ് API കോൾസ് വരുന്നത്. അപ്പോൾ express.router അതിനെ നമുക്ക് എടുക്കാം. സോ എടുത്തു. ഇനി നമുക്ക് ഈ റൗട്ടറിലോട്ട് കോൾ വരുന്ന സമയത്ത്, അതായത് ഈ റൗട്ടറിലോട്ട് ഒരു കോൾ വരുമ്പോൾ router.get/login എന്നൊരു കോൾ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. send from login. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടൊരു കോൾ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു റെസ്പോൺസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്നിട്ട് അത് module.export വഴി നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. നമുക്ക് ഈ മൊഡ്യൂളിനെ നമുക്ക് സെർവറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ app.use /userലോട്ടാണ് കോൾ വരുന്നതെങ്കിൽ നമ്മൾ യൂസറിലോട്ട് തിരിച്ചു വിടണം. അതിന് റിക്വയർ ചെയ്യണം. ഇവിടെ റിക്വയർ ചെയ്താൽ നമുക്ക് മുകളിൽ തന്നെ റിക്വയർ ചെയ്യാം. കോൺസ്റ്റ് യൂസർ റൗട്ട്സ് റിക്വയർ route/userന് നമ്മൾ കോൾ ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഈ app.use പാസ് ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും /userലോട്ട് കോൾ വരികയാണെങ്കിൽ യൂസർ റൗട്ടിലോട്ട് നമുക്ക് അതുപോലെ തന്നെ അഡ്മിനും ചെയ്യാം. ഇനി സെർവറിൽ നിന്ന് അഡ്മിനിലോട്ടാണ് കോൾ വരുന്നതെങ്കിൽ നമുക്ക് അഡ്മിനോട്ടിലോട്ട് വിടാം. കോൺസ്റ്റ് admin routes require /route/admin. സോ ഇനി അഡ്മിനിലോട്ട് കോൾ വരുമ്പോൾ അഡ്മിനിലോട്ട് /admin എന്നുള്ള ഒരു API കോളാണ് വരുന്നതെങ്കിൽ /admin എന്നുള്ള URL-ലോട്ടാണ് കോൾ വരുന്നതെങ്കിൽ, സോ ആദ്യം സെർവറിൽ വരും, സെർവറിൽ നിന്ന് /admin-ലോട്ടാണ് കോൾ വരുന്നതെങ്കിൽ ഈ അഡ്മിനിലോട്ട് പോകും. അഡ്മിനിൽ എങ്ങോട്ടാണ് / കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ /login-ലോട്ടാണെങ്കിൽ ഈ ലോഗിൻ വരും. അപ്പം ഇങ്ങനെയാണ് ഈ നമ്മൾ API ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മളെ കോൾ വരുമ്പോൾ ഒരു യൂസർ ഒരു റിക്വസ്റ്റ് അയക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സോ നമുക്കത് ചെക്ക് ചെയ്യാം. /user/login വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ടെർമിനൽ സെർവർ സ്റ്റാർട്ട് അല്ല, അതാണ് സ്റ്റാർട്ട്. സന്ദേശമുണ്ട്.
ഓക്കെ, ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്. ഓക്കെ, ഇപ്പോൾ എറർ പോയിട്ടുണ്ടാവും. ഇപ്പോൾ എറർ പോയി. നമുക്കിനി അത് റൺ ചെയ്ത് നോക്കാം. ഹായ് ഫ്രം ലോഗിൻ. നമുക്കിനി അഡ്മിൻ ആക്കി നോക്കാം. ഹായ് ഫ്രം അഡ്മിൻ ലോഗിൻ. സോ റൂട്ട്സൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ 2 റൂട്ട്സിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അഡ്മിന് യൂസർ എഡിറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ശരിയാക്കുന്നുണ്ട് ഇതിൽ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആ കാര്യങ്ങളിലോട്ട് പോവാം.